ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. എന്നാലും ഒരു ഇൻട്രോ വേണമല്ലോ. നിങ്ങൾ ഫോൺ അഡിക്റ്റ് ആണോ? ആണെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് ഓവറായി ഫോൺ അഡിക്റ്റ് ആവുന്നതെന്ന് അറിയോ? ഫസ്റ്റ് വൺ, ഡോപ്പമിൻ ഹിറ്റ് ഫ്രം സ്ക്രോളിങ്. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ കംഫർട്ടും ടെമ്പററി ഹാപ്പിനെസ്സും കിട്ടുന്ന റീൽസൊക്കെ കാണുമ്പോഴാണ്. പണ്ടൊക്കെ അരമണിക്കൂർ സീരിയൽ അല്ലെങ്കിൽ 2 hours ഫിലിം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് സെക്കൻഡുകൾ മാത്രമുള്ള റീൽസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പോരാത്തതിന് ഒരേ സമയം മിക്സഡ് ഇമോഷൻസും ഉണ്ടാകുന്നു. ഒരു ഹാപ്പി റീൽ കണ്ട ഉടനെ നെക്സ്റ്റ് സാഡ് റീലായിരിക്കും. ഇതൊക്കെ ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ മോശമായാണ് ബാധിക്കുന്നത്. സെക്കൻഡ് വൺ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. സോഷ്യൽ മീഡിയ തരുന്ന ഒരു 8ൻ്റെ പണിയാണിത്. അതായത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. പണ്ടൊക്കെ എന്തെങ്കിലും ന്യൂസൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് വഴിയും അല്ലെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്നൊരിടങ്ങളിൽ നിന്നുമാണല്ലോ. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒത്തുകൂടലുകളും ന്യൂസുകൾ ഷെയർ ചെയ്യക്കും ഒക്കെ കുറവല്ലേ. എന്നാൽ ന്യൂസും മറ്റുള്ളവരുടെ അപ്ഡേറ്റ്സും ഒക്കെ അറിയുന്നതിനുള്ള നമ്മുടെ ഉത്സാഹത്തിന് പ്രത്യേകിച്ച് കുറവൊന്നും വന്നിട്ടില്ല. ഇതുപോലെ നമ്മൾ ഇടുന്ന ഫോട്ടോസ് ഓർ പിക്ചർ മറ്റുള്ളവർ എന്തഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ള വ്യക്തത. നമ്മുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടാൽ മിനിമം 50 തവണയെങ്കിലും നമ്മൾ തന്നെ കാണുന്നത്. ഇതൊക്കെയാണ് ഫോമോ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യം അറിയാനുള്ള വ്യഗ്രതയും പിന്നെ നമ്മളുടെ തന്നെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നുണ്ടോ, നമ്മുടെ കാര്യങ്ങളിൽ എന്തൊരു അഭിപ്രായം പറയുന്നുണ്ട് എന്നറിയാനുള്ളൊരു വ്യഗ്രതയും. ഇതിനെയാണ് ഫോമോ എന്ന് പറയുന്നത്. ഒരു ഒബ്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ ഈ ഫോമോയുടെ ഒരു എക്സ്ട്രീം ലെവൽ വരും. ഈ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് ഓരോ മനുഷ്യരുടെയും പ്രൊഡക്ടിവിറ്റിയെ സാരമായി തന്നെ ബാധിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ, നോട്ടിഫിക്കേഷൻ ആൻഡ് എൻലെസ് ഫീഡ്. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് ഡിസ്ട്രാക്റ്റായി ഫോൺ എടുക്കുകയും പിന്നീട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറന്ന് മണിക്കൂറുകൾ സ്ക്രോൾ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയാണത്. പിന്നെ ഓവറായി ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കുറയുന്നു, മെൻ്റലി ആൻഡ് ഫിസിക്കലി എപ്പോഴും ടയർഡായിരിക്കും, പിന്നെ റിലേഷൻഷിപ്സിലെ ബോണ്ടിങ് കുറയും. മെൻ്റലി നമ്മൾ ഫോക്കസ് കുറയും, ആങ്സൈറ്റി ഉണ്ടാവും, പിന്നെ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യും. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഐ സ്ട്രെയിൻ ഉണ്ടാവും ഭയങ്കരമായിട്ട്, ബാഡ് പോസ്ചർ, കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, അങ്ങനെ പിന്നെ സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. നമ്മൾ പോലും അറിയാതെ മണിക്കൂറുകൾ ഫോണിൽ ചിലവഴിക്കുന്നു. പിന്നെ ചില ആൾക്കാരിലെ ഹസ്ബൻഡ്സൊക്കെ നമ്മൾ പ്രൗഡായിട്ട് പറയും, ചിലർ ഭയങ്കര തമാശ രീതിയിൽ പറയും ബാത്റൂമിലും ഫോൺ കൊണ്ട് കയറും മണിക്കൂറുകൾ അവിടെയാണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഒരു സ്വഭാവമാണ്. ബാത്റൂമിൽ ഫോൺ കൊണ്ട് കയറുക, വീട്ടിൽ വരുന്നോണ്ടേ ഫോൺ നോക്കിയിരിക്കുക. ചില ഹസ്ബൻഡ്സ് ഉണ്ടല്ലേ, വയസ്സുണ്ട് അങ്ങനെ. അതൊക്കെയെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സിലെ ബോണ്ടിങ് കുറയാനുള്ള കാരണങ്ങളാണ്. ഈ കുരുക്കിൽ നിന്നൊരു മോചനം വേണ്ടേ നിങ്ങൾക്ക്? എങ്കിൽ അറിയാവുന്നത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതുമായ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഫോണിലെ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റ പോലെ സോഷ്യൽ മീഡിയസിൻ്റെ വാട്സപ്പിൻ്റെ തന്നെ ഇമ്പോർട്ടൻറ്റ് ചാറ്റ് സ്പെസിഫിക് നോട്ടിഫിക്കേഷൻ സൗണ്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്ക്രീൻ ടൈം നോക്കുക, നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ വീക്കിലെയും നോക്കുക, നമ്മൾ നേരത്തെ ചെയ്യുന്നതിലും കുറഞ്ഞു വരുന്നുണ്ടോ നോക്കണം. പിന്നെ സ്ക്രീൻ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ ഫോണിനകത്ത്. അത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ തന്നെ കാണും. മാക്സിമം നോക്കുക, ഒരു ലിമിറ്റ് ചെയ്യുക ഫോണിൽ സ്ക്രീൻ ടൈം. ഫുഡ് കഴിക്കുമ്പോഴും ഫാമിലിയായി സമയം ചിലവഴിക്കുമ്പോഴും മാക്സിമം ഫോൺ മറ്റൊരു റൂമിലോ കുറച്ച് അകലെയോ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അലാം വെക്കാനായി ഫോൺ യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് ചെറിയൊരു അലാം ക്ലോക്ക് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെയുള്ള ഫോൺ യൂസ് കൂടും. പിന്നെ ഉള്ളത് ക്രിയേറ്റ് നോ ഫോൺ സോൺ, അതായത് ബാത്റൂം, കിഡ്സ് റൂം, കിച്ചൺ, അങ്ങനെ നമ്മൾ ഫോൺ അനാവശ്യമായി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ റൂൾ വെക്കുക. ട്രാക്ക് അവർ സ്ക്രീൻ ടൈം കുറയുന്നത് വിസിബിളി തന്നെ നമുക്ക് മനസ്സിലാക്കുകയും നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും ചെയ്യുന്നു. നമ്മൾ വീക്കിലി, മന്ത്ലിയും അല്ലെങ്കിൽ ഡെയിലി തന്നെയും ഫോൺ യൂസ് കുറയുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യുക. പിന്നെ റീപ്ലേസ് സ്ക്രോളിംഗ് വിത്ത് ഹോബീസ്. നമ്മൾ ഇത്രയും നാൾ ഫോൺ യൂസ് ചെയ്ത ആ ടൈമിൽ അതിന് പകരമായി നമുക്ക് ഇഷ്ടമുള്ളൊരു ഹോബി റീപ്ലേസ് ചെയ്യുക. പെയിൻറ്റിങ്, ഡ്രോയിങ്, ഗാർഡനിങ്, അങ്ങനെ അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ തുടങ്ങുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു ഫോൺ അഡിക്റ്റ് ആയിരുന്നു 1 year മുമ്പ് വരെ. ഇതിനു മുമ്പ് ഞാൻ
പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുറേ വീഡിയോസിൽ. എൻ്റെ സ്ക്രീൻ ടൈം 12 hours വരെയൊക്കെ വരാറുണ്ട്. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും പ്രൊഡക്ടിവിറ്റി ഇത് സാരമായി തന്നെ ബാധിച്ചു. അങ്ങനെ എനിക്ക് സ്വയം തോന്നിയതാണ് സ്ക്രോളിംഗ് കുറച്ച് പൂർണ്ണമായി ഈ അഡിക്ഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് വരണം എന്നുള്ളത്. മെയിനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഫുള്ള് ഞാൻ ഓഫാക്കിയിട്ട് എന്നിട്ട് കുട്ടികളുടെ സ്കൂൾ ഗ്രൂപ്പും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാറ്റും അതിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ടുള്ള ഡിസ്ട്രാക്ഷൻ വളരെ കുറഞ്ഞ് കിട്ടും. പിന്നെ ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ആക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ചെയ്യാറ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നതും ബുക്ക് വായിക്കുന്നതും ഒക്കെ. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാടാണ് ഫോൺ റീപ്ലേസ് ചെയ്യാൻ. പിന്നെ പക്ഷേ 1 മാസം കൊണ്ട് അതെല്ലാം സെറ്റാവും. എന്നാലും ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും നിന്നുവന്ന സാധനമല്ല. നമ്മൾ പിന്നെ അതിനകത്തോട്ട് തന്നെ ചെല്ലാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിത് അപകടമാണ്, ഇത് ദോഷമാണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമെന്ന് തോന്നിയാൽ കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ തന്നെ സ്വയം വിചാരിക്കുക. അല്ലാതെ ഞാനൊരു ടിപ്പ് പറഞ്ഞൊന്നും നിങ്ങൾക്ക് മാറാനൊന്നും പറ്റില്ല. നിങ്ങളും കൂടെ വിചാരിക്കുക. ഈ കുറച്ച് ഐഡിയാസ് നമ്മളെ തന്നെ ട്രിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ബൈ.